ലുലു ഗൾഫ് ഫോക്കസിലേക്ക് സ്വാഗതം. ഒരു വർഷം കൂടി കടന്നുപോയി. പുതിയ വർഷത്തിലേക്ക് കാൽ വെച്ചു. 2017 പുതുവർഷമാണിത്. കഴിഞ്ഞ വർഷത്തെ സംഭവബഹുലമായ വാർത്തകളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഒട്ടേറെ പുതുമകളും സവിശേഷതകളും കാണാനാവും. ദുഃഖങ്ങളും ദുരിതങ്ങളും സന്തോഷങ്ങളും ആഹ്ലാദങ്ങളും ചേർന്ന സമ്മിശ്ര സംഭവവികാസങ്ങളുടെ ഒരു വർഷം മാറിക്കഴിഞ്ഞു. പെയ്തൊഴിഞ്ഞ പെരുമഴ പോലെ. ഞങ്ങൾ ഈ എപ്പിസോഡിൽ കഴിഞ്ഞ വർഷം യുഎഇയിലുണ്ടായ അപകടങ്ങളെയും അപകട മരണങ്ങളെയും സംബന്ധിച്ച വിശകലനമാണ് അവതരിപ്പിക്കുന്നത്. യുഎഇയിൽ ഓരോ വർഷം കഴിയും തോറും അപകട മരണനിരക്ക് കുറയുന്നതായാണ് കണ്ടുവരുന്നത്. 2008 ലോകാരോഗ്യ സംഘടന പുറത്തുവിട്ടൊരു പഠന റിപ്പോർട്ട് പ്രകാരം ഗൾഫ് മേഖലയിൽ ജനസംഖ്യാനുപാതികമായി അപകട മരണം ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് ദുബായിലായിരുന്നു. പക്ഷേ 2008 മുതൽ 2015 വരെയുള്ള കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ ഏതാണ്ട് 37% കുറവ് അപകട മരണനിരക്കിൽ വരുത്താൻ സാധിച്ചു എന്നുള്ളതാണ്. അതായത് 2008 അപകട മരണനിരക്ക് 1072 ആയിരുന്നുവെങ്കിൽ അത് 2015 ആയപ്പോൾ 675 എന്ന തലത്തിലേക്ക് കുറഞ്ഞു. പക്ഷേ ഈ വർഷം 2016 നോക്കുകയാണെങ്കിൽ ഒക്ടോബർ വരെയുള്ള കണക്കുകളാണ് ലഭ്യമായിരിക്കുന്നത്. ഔദ്യോഗിക കണക്കുകൾ അനുസരിച്ച് 650 മരണമാണ് ഈ വർഷം ഒക്ടോബർ മാസം വരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. 2016 ആദ്യ പകുതിയിൽ ദുബായ് എമിറേറ്റിൽ മാത്രം നോക്കുകയാണെങ്കിൽ അപകടങ്ങളുടെ എണ്ണം കുറയ്ക്കാനായി എങ്കിൽ പോലും അപകട മരണനിരക്ക് വർദ്ധിക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. 2016 ആദ്യ പകുതി 2015 താരതമ്യം ചെയ്യുമ്പോൾ ഏതാണ്ട് ദുബായ് എമിറേറ്റിൽ 45% അപകട മരണനിരക്കിൽ വർധനവ് വന്നിരിക്കുന്നത്. അതായത് 2015 ആദ്യ 6 മാസ കാലയളവിൽ 77 അപകട മരണങ്ങളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടതെങ്കിൽ അത് 2015 അതേ കാലയളവിൽ നോക്കുകയാണെങ്കിൽ 112 എന്ന തലത്തിലേക്ക് ഉയർന്നു. ആദ്യ 6 മാസത്തെ കണക്കുകൾ പ്രകാരമാണിത്. പക്ഷേ തുടർ മാസങ്ങളിൽ അപകട മരണനിരക്ക് കുറയുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. പക്ഷേ അത് സംബന്ധിച്ചുള്ളൊരു ഔദ്യോഗിക കണക്ക് ഇനിയും പുറത്തു വന്നിട്ടില്ല. യുഎഇയിലെ വിവിധ എമിറേറ്റുകളിൽ 2016 അപകട മരണങ്ങൾ കുറഞ്ഞുവെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അത് ശുഭസൂചകമായ ഒരു വിവരം തന്നെയാണ്. 2008 മുതൽ അപകട മരണങ്ങൾ കുറഞ്ഞു വരുന്നതായുള്ള സൂചനകളുണ്ടായിരുന്നു. എങ്കിലും ഇങ്ങനെ ഗണ്യമായ രീതിയിൽ അപകട മരണങ്ങൾ കുറഞ്ഞു വന്നത് പുതുവർഷത്തിലെ ഏറ്റവും ആവേശകരമായ അറിവ് തന്നെയാണ്. ആർക്കും ഒരു അപകടവും സംഭവിക്കരുതെന്ന ആഗ്രഹവും പ്രതീക്ഷയുമാണ് എന്നും നമുക്കുള്ളത്. ദുബായ് എമിറേറ്റിൽ 2016 ആദ്യ പകുതി പരിശോധിക്കുകയാണെങ്കിൽ അപകടങ്ങളുടെ എണ്ണം കുറയ്ക്കാനായെങ്കിലും അപകട മരണനിരക്ക് വർദ്ധിച്ചു. 2015 ആദ്യ 6 മാസവുമായി താരതമ്യം ചെയ്യുമ്പോൾ ഏതാണ്ട് 45% വർധനവാണ് അപകട മരണനിരക്കിലുണ്ടായിരിക്കുന്നത്. 2015 ആദ്യ 6 മാസക്കാലം അപകട മരണനിരക്ക് 77 ആയിരുന്നുവെങ്കിൽ 2016 ഇതേ കാലയളവിൽ അത് 112 എന്ന തലത്തിലേക്ക് ഉയർന്നു. പക്ഷേ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അപകട മരണനിരക്ക് വർദ്ധിച്ചുവെങ്കിലും അപകടങ്ങൾ കുറയുന്നൊരു കാഴ്ചയാണ് ദുബായ് എമിറേറ്റിൽ മാത്രം കാണാൻ സാധിച്ചത്. യുഎഇയിൽ മൊത്തത്തിൽ കാൽനട യാത്രക്കാരുടെ അപകട മരണനിരക്ക് സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഓരോ വർഷവും അപകട മരണനിരക്ക് വളരെയേറെ കുറയുന്ന ഒരു തലത്തിലേക്കാണ് പോകുന്നത്. അതായത് 2006 താരതമ്യം ചെയ്യുമ്പോൾ ഏതാണ്ട് 68% കുറവാണ് ദുബായ് എമിറേറ്റിൽ മാത്രം കാൽനട യാത്രക്കാരുടെ അപകട മരണനിരക്കിൽ വന്നിരിക്കുന്നത്. 2006 120 പേരാണ് കാൽനട യാത്രക്കാർ മരിച്ചതെങ്കിൽ അത് 2015 എത്തി നിൽക്കുമ്പോൾ 38 എന്ന തലത്തിലേക്ക് കുറഞ്ഞു. കാൽനട യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനായി നിരവധി പദ്ധതികളാണ് അധികൃതർ നടപ്പാക്കി വരുന്നത്. കാൽനട യാത്രക്കാർക്ക് വേണ്ടിയിട്ടുള്ള മേൽപ്പാലങ്ങൾ, സബ്വേകൾ, പെഡസ്ട്രിയൻ ഫെൻസസ്, അതുപോലെ ബോധവൽക്കരണ പരിപാടികൾ, അനുവദനീയമല്ലാത്ത സ്ഥലത്ത് റോഡ് കുറുകെ കടക്കുന്നവർക്ക് കർശന പിഴ ശിക്ഷ, ഇത്തരത്തിൽ നിരവധി പദ്ധതികൾ, കർശന നടപടികൾ സ്വീകരിച്ചതാണ് ഇത്രത്തോളം കാൽനട യാത്രക്കാരുടെ അപകട മരണനിരക്ക് കുറയാനുള്ളൊരു കാരണമായി വിലയിരുത്തപ്പെടുന്നത്. എന്തുകൊണ്ടാണ് അപകടവും മരണവും സംഭവിക്കുന്നത്? ഇക്കാര്യം ഔദ്യോഗികമായും അല്ലാതെയും പരിശോധിക്കപ്പെടുന്നു. ലോകത്തെമ്പാടുമുള്ള റോഡ് അപകടങ്ങളുടെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ സർവേ റിപ്പോർട്ടുകളിലെ വിശകലനം എന്നത് ഡ്രൈവ് ചെയ്യുന്നവരുടെ മാനസിക നിലയിലേക്കാണ് എത്തുന്നത്. സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട എന്നതും വാഹനങ്ങളുടെ വളയം കയ്യിലുള്ളതിനാൽ എങ്ങനെയും പോകാം എന്ന ബോധവും തെറ്റാണ്.
ഈ തെറ്റായ ധാരണ ഒടുവിൽ എത്തിച്ചേർക്കുന്നത് ജീവിത വൈകല്യത്തിലും ദാരുണ മരണത്തിലേക്കുമെന്നത് നാം തിരിച്ചറിയേണ്ടതുണ്ട്. അപകട കാരണങ്ങൾ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായി അധികൃതർ ചൂണ്ടിക്കാട്ടുന്നത് ലെയിൻ ചേഞ്ചിങ്ങിന്റെ സമയത്തുള്ള അപകടങ്ങളാണ്. ഏറ്റവും കൂടുതൽ അപകടങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് ലെയിൻ ചേഞ്ചിങ്ങിന്റെ സമയത്ത് തന്നെയാണ്. രണ്ടാമതായിട്ടുള്ള ഒരു കാരണം അധികൃതർ എടുത്തു കാട്ടുന്നത് വാഹനങ്ങൾ തമ്മിൽ കൃത്യമായ അകലം പാലിക്കാതിരിക്കുന്നത്. മൂന്നാമത്തേത് ഓവർ സ്പീഡിംഗ്, അമിതമായ വേഗത. നാലാമത് ഡ്രൈവറുടെ മിസ് ജഡ്ജ്മെന്റ്. അഞ്ചാമത് അശ്രദ്ധ. പ്രധാനമായും മൊബൈൽ ഫോൺ ഉപയോഗം വലിയ തോതിൽ അപകടങ്ങൾക്ക് വഴിവെക്കുന്നു എന്നുള്ളതാണ്. വാഹനം ഓടിക്കുമ്പോൾ ടെക്സ്റ്റ് ചെയ്യുന്നതടക്കമുള്ള നടപടികൾ വലിയ തോതിലുള്ള ദുരന്തങ്ങൾ വരുത്തിവെക്കുന്നു എന്നുള്ളതാണ് അധികൃതർ ചൂണ്ടിക്കാട്ടുന്നത്. ഒപ്പം റോഡ് ക്ലിയർ ആകുന്നതിന് മുൻപ് കടക്കാൻ ശ്രമിക്കുക, സിഗ്നലുകൾ ശ്രദ്ധിക്കാതിരിക്കുക, റെഡ് ലൈറ്റ് ജമ്പ് ചെയ്യുക തുടങ്ങിയവയാണ് വലിയ തോതിലുള്ള അപകടങ്ങൾക്ക് വഴിവെക്കുന്നത്. ഏറ്റവും കൂടുതൽ അപകടങ്ങൾ സംഭവിക്കുന്നത് രാത്രികാലങ്ങളിലും അതുപോലെ പുലർച്ചെയുമാണ്. മാത്രമല്ല വാരാന്ത്യ ദിവസങ്ങളിലും പൊതു അവധി ദിവസങ്ങളിലുമാണ് യുഎഇയിൽ ഏറ്റവും കൂടുതൽ അപകടങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. പ്രത്യേകിച്ചും ഇതിപ്പോൾ ഡിസംബർ മാസമാണ്. നമുക്കറിയാം യുഎഇയിൽ മൂടൽമഞ്ഞ് അനുഭവപ്പെടുന്ന ഏറ്റവും കൂടുതൽ മൂടൽമഞ്ഞ് അനുഭവപ്പെടുന്ന ഒരു മാസം കൂടിയാണ്. അതുകൊണ്ട് തന്നെ പുലർവേളകളിൽ ദൂരക്കാഴ്ച കുറയുന്ന ഒരു സാഹചര്യം, അത്തരത്തിൽ അപകടങ്ങളുടെ തോത് വർദ്ധിക്കാനുള്ള ഒരു സാഹചര്യം. ഈ ഡിസംബർ മാസത്തിൽ ഏറ്റവും കൂടുതൽ അപകടങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് പുലർച്ചെ 4 മണിക്കും രാവിലെ 9 മണിക്കും ഇടയിലുള്ള സമയത്താണ്. അതുകൊണ്ട് തന്നെയാണ് അധികൃതർ ആവർത്തിച്ച് ഈ സമയത്ത് മുന്നറിയിപ്പ് നൽകുന്നതും. ഗൾഫിലെ റോഡ് അപകടങ്ങൾ കുറയ്ക്കാൻ മാത്രമല്ല, റോഡ് അപകടങ്ങൾ തീരെ ഇല്ലാതാക്കാനുള്ള അതികർശനമായ നിയന്ത്രണങ്ങളും ശിക്ഷാവിധികളും മുന്നറിയിപ്പുകളുമാണ് അധികൃതർ നൽകി വരുന്നത്. മറ്റൊരു രാജ്യത്തും ഇത്രയും കർക്കശമായ അപകടങ്ങളെക്കുറിച്ചുള്ള ബോധവൽക്കരണവും മുന്നറിയിപ്പും ഇങ്ങനെ നൽകി വരുന്നില്ല. യുഎഇ അധികൃതർ റോഡ് അപകടങ്ങൾ ഇല്ലാതാക്കാൻ സ്വീകരിച്ച നടപടികൾ ഇങ്ങനെയൊക്കെയാണ്. അപകട മരണനിരക്ക് പരമാവധി കുറച്ചു കൊണ്ടുവരിക എന്നുള്ളൊരു ലക്ഷ്യത്തോടു കൂടിയാണ് അധികൃതർ മുന്നോട്ട് പോകുന്നത്. 2021 1,00,000 പേരിൽ 3 എന്ന തോതിലേക്ക് അപകട മരണനിരക്ക് കുറച്ചു കൊണ്ടുവരിക എന്നത് തന്നെയാണ് അധികൃതരുടെ ലക്ഷ്യം. ഇത് 2030 ആകുമ്പോൾ 0 എത്തിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് അധികൃതർ നിരവധി പദ്ധതികൾ ഇതുമായി ബന്ധപ്പെട്ട് നടപ്പാക്കി വരുന്നത്. റോഡ് സുരക്ഷയുമായി ബന്ധപ്പെട്ട് നിരവധി കർമ്മ പദ്ധതികളാണ് ഓരോ വർഷവും അധികൃതർ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ, ഡ്രൈവിംഗ് ലൈസൻസ് നൽകുന്ന നടപടിക്രമങ്ങൾ കൂടുതൽ കർശനമാക്കുന്ന സംവിധാനം, കൂടുതൽ റഡാറുകൾ സ്ഥാപിക്കുക, കൃത്യമായ മോണിറ്ററിംഗ് നടത്തുക. മാത്രമല്ല 2 റഡാറുകൾക്കിടയിലുള്ള ദൂരവും സ്പീഡുമായി താരതമ്യം ചെയ്തുകൊണ്ട് നിയമലംഘനങ്ങൾ കണ്ടെത്താനുള്ള മാർഗങ്ങൾ, ന്യൂറോളജിക്കൽ ഡിസോർഡേഴ്സ് ഉള്ളവർക്ക് ഡ്രൈവർ നിയമനങ്ങളിൽ നിയന്ത്രണം കൊണ്ടുവരിക, റോഡ് നിയമങ്ങൾ കർശനമായി പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക, വാഹനമോടിക്കുമ്പോൾ മൊബൈൽ ഫോണിൻ്റെ ഉപയോഗം കർശനമായി തടയുക, കർശന പിഴശിക്ഷ നൽകുക. മാത്രമല്ല ഡ്രൈവേഴ്സ് ലൈസൻസിൽ ബ്ലാക്ക് പോയിന്റുകൾ അടക്കം നൽകുന്ന നടപടികൾ സ്വീകരിക്കുക. ഇത്തരത്തിൽ എല്ലാ വിധത്തിലും കൃത്യമായ നിരീക്ഷണത്തിൽ, കൃത്യമായ മോണിറ്ററിങ്ങിലൂടെ അപകട മരണനിരക്ക് പരമാവധി കുറച്ചു കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് അധികൃതർ മുന്നോട്ട് പോകുന്നത്. അപകട മരണങ്ങൾ സംഭവിച്ചാൽ ജീവകാരുണ്യ പ്രവർത്തനം നടത്തുന്ന ഒരു മലയാളിയെ പരിചയപ്പെടാം. അപകട മരണങ്ങൾ സംഭവിച്ചാൽ നാട്ടിലേക്ക് മൃതദേഹം സൗജന്യമായി അയക്കുന്ന സൗജന്യ സേവകനായ ഒരു മലയാളി കോർഫിക്കാനുണ്ട്, വിദ്യാധരൻ. ഒരു സ്കൂളിലെ ബസ് ഡ്രൈവറായി ദശാബ്ദങ്ങളായി തൊഴിൽ ചെയ്തു വരുന്ന വിദ്യാധരൻ അധികം അറിയപ്പെടാത്ത മനുഷ്യസ്നേഹിയായ ഒരു സാമൂഹ്യ പ്രവർത്തകനാണ്. തൻ്റെ ജീവിതം മറ്റുള്ളവർക്ക് വേണ്ടി പൂർണ്ണമായും സമർപ്പിച്ച അസാധാരണ വ്യക്തി. മറ്റുള്ളവരെ പോലെ പൊതു ചടങ്ങുകളിൽ കൊട്ടിഘോഷിക്കപ്പെടാതെ പോയ വിദ്യാധരനെ ഞങ്ങൾ നേരത്തെ പരിചയപ്പെടുത്തിയിരുന്നു. ഞാനൊരു 32 വർഷം കൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് 1984 ഞാനത് തുടങ്ങിയാണ്. എൻ്റെ ഒരു സുഹൃത്ത് മരണപ്പെട്ട് അതിൻ്റെ അന്ന് ഇത് കൊണ്ട് അയക്കാനായിട്ട് ഞങ്ങൾ ദുബൈയിൽ വന്ന് എന്താണെന്നൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു. എനിക്കും അറിയത്തില്ല, പലർക്കും അറിയത്തില്ല. പിന്നെ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അതിൻ്റെ രീതികൾ അന്ന് തൊട്ട് ഞാൻ ചെയ്യുന്നുണ്ട്. യുഎഇയിൽ അപകട മരണങ്ങൾ ഇപ്പോൾ കുറവാണ്. മുൻകാലഘട്ടത്തെ അനുസരിച്ച് ഇപ്പോൾ വളരെ കുറഞ്ഞു വരുന്ന കാലഘട്ടമാണ്. പിന്നെ ഇത് സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമിതമായ മദ്യപാനം, അശ്രദ്ധ, പിന്നെ വണ്ടി ഉറക്കമൊഴിഞ്ഞ് ഓടുന്നു, അങ്ങനെയുള്ള, പിന്നെ സിഗ്നൽ ശ്രദ്ധിക്കാതെ പോയി കട്ട് ചെയ്ത്,
ഇങ്ങനെയൊക്കെ ഉള്ളതാണ് ഈ അപകട മരണങ്ങൾ. മുൻപ് വർഷങ്ങളിൽ ഒരുപാട് ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഒരു 1-2 വർഷത്തിനകം വളരെ കുറവാണ്. അമിത വേഗത, അശ്രദ്ധ, ഇതുകൊണ്ടാണ് ഈ ആക്സിഡൻ്റ് കേസ് കൂടുതൽ വരുന്നത്. പലതും ചിലപ്പോൾ ഛിന്നഭിന്നമാവും. പിന്നെ അത് മോർച്ചറിയിൽ വന്നിട്ട് അവർ സ്റ്റിച്ച് ചെയ്ത് എല്ലാം ലെവലാക്കി സാധാരണ കണക്കാക്കുകയാണ് ചെയ്യുന്നത്. ഈ മാസം ഇല്ലായിരുന്നു, ഇതുവരെ ഇല്ല. ദൈവത്തോട് ഞാൻ പ്രാർത്ഥിക്കുന്നു ആർക്കും അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ എന്നുള്ളത്. കഴിഞ്ഞ മാസമൊക്കെ ഒരുപാടുണ്ടായിരുന്നു. ദുബൈയിൽ ബസ്സിൽ അപകടപ്പെട്ട ഒരു 7 പേര് മരണപ്പെട്ട് അന്നൊക്കെ ഞാൻ വന്നിരുന്നു. നമ്മുടെ ഇവിടെ ജനിച്ച് വളർന്ന ഒരു പയ്യൻ തന്നെ, യവീൻ എന്ന് പറഞ്ഞ് എറണാകുളത്തുള്ളൊരു പയ്യനുണ്ടായിരുന്നു. അന്ന് ഞാൻ വന്ന് എന്നെയൊക്കെ ഹെൽപ്പ് ചെയ്യാൻ വന്നിരുന്നു. പിന്നെ അല്ലാതെ ദുബൈയിൽ വേറെയൊക്കെ 2-3 പേര് മരണപ്പെട്ട് അതിൻ്റെ കേസിനൊക്കെ വന്നിരുന്നു. പിന്നെ ഉമ്മൽക്കോയിൽ, ഷാർജ, അജമാൻ, ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു കഴിഞ്ഞ മാസം. രാത്രി കാലങ്ങളിലാണ് വണ്ടി ആക്സിഡൻറ്റും അതുമൊക്കെ കൂടുതൽ നടക്കുന്നത്. കാരണം ഉറക്കമില്ലായ്മ, അശ്രദ്ധ, പിന്നെ ടെൻഷൻ, ഇങ്ങനെയൊക്കെ കൊണ്ടുള്ള കാര്യങ്ങൾ കൊണ്ടാണ് ഇങ്ങനെ വണ്ടി ആക്സിഡൻറ്റ് കൂടുതലും സംഭവിക്കുന്നത്. ഞാൻ മാത്രമല്ല, പല ആൾക്കാരുമൊക്കെ ഇതിനായിട്ട് വരുന്നുണ്ട്. പണ്ട് അങ്ങനെ ആരും ഇല്ലായിരുന്നു. അപ്പോൾ അതിൻ്റെ പേരിൽ പലരുമായിട്ടൊക്കെ ഇങ്ങനെ പോകുന്നതിൻ്റെ പേരിൽ നേരത്തെ അത്ര വരുന്നില്ല. എങ്കിൽ തന്നെ ഒരു ശരാശരി ഒരു വർഷം എങ്ങനെയായാലും 10-100 ബോഡി ഉള്ള ഒക്കെ അയക്കാൻ കയറ്റിക്കുന്നുണ്ട്. കുറഞ്ഞ മുമ്പ് വർഷം ഇങ്ങനെ അല്ലായിരുന്നു. അതായത് ഒരു 4-5 വർഷത്തിനൊക്കെ മുമ്പ് ഇതിനേക്കാളുമൊക്കെ ഒരുപാട് ഉണ്ടായിരുന്നു. കാരണം അന്ന് വേറെ ഒരു കാര്യം ഉണ്ടായിരുന്നു. അന്ന് ഞാൻ മാത്രം വളരെ എല്ലായിടത്തും മറ്റാൾക്കാർ കുറവായിരുന്നു. ഇപ്പം എന്നെ കണക്ക് പലരുമൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് കുറേ ആശ്വാസം വരുന്നുണ്ട്. നേരത്തെക്കാളും കുറഞ്ഞുണ്ട്. പിന്നെ കൂടുതലും മരണപ്പെടുന്നത് ഈ മദ്യപാനത്തിൻ്റെയും കാലും ഈ അസുഖം, പ്രഷർ, ഷുഗർ, ഇങ്ങനെ ഇതെല്ലാം കൺട്രോൾ ചെയ്യാതെ ഹാർട്ട് അറ്റാക്ക് അസുഖങ്ങൾ വന്നാൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യാതെ ഇങ്ങനെ കൊണ്ടാണ് കൂടുതലും മരണം. ബസ് ഡ്രൈവർ തൊഴിലിൽ നിന്നും ലഭിക്കുന്ന ശമ്പളത്തിൽ നിന്നും തൻ്റെ ജീവിത ചെലവ് പരിമിതപ്പെടുത്തിയാണ് വിദ്യാധരൻ തൻ്റെ സൗജന്യ സേവനം തുടരുന്നത്. മൃതശരീരങ്ങൾ നാട്ടിലേക്ക് അയക്കാനുള്ള ശ്രമങ്ങൾ എന്നത് ചെറിയ കാര്യമല്ല. മോർച്ചറികളിലും കോൺസുലേറ്റുകളിലും ചെന്ന് ഇത് സംബന്ധമായ റെക്കോർഡുകളും ഡോക്യുമെൻറ്റും തയ്യാറാക്കി എല്ലാം പെട്ടെന്ന് ചെയ്തു കൊടുക്കണം. വിദ്യാധരന്മാരെ പോലുള്ളവർ ചെയ്യുന്ന ആത്മസമർപ്പണം പരിഗണിക്കപ്പെടേണ്ടതുണ്ട്. ബോഡി കയറ്റിവിടുന്നതിനുള്ള പേപ്പർ വർക്കുകൾ സാധാരണ ആൾക്കാരൊക്കെ ആണെങ്കിൽ അതിനെപ്പറ്റി അറിയത്തില്ല. അപ്പോൾ ഞാൻ വന്നിട്ട് അതിൻ്റെ എളുപ്പ വഴികൾ മനസ്സിലാക്കി എനിക്കറിയാം. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അവർ 5 ദിവസം കൊണ്ട് കഴിയുന്നത് ഞാൻ 1 ദിവസം കൊണ്ട് ചെയ്ത് എല്ലാ ബോഡി നാട്ടിലെത്തിച്ചു കൊടുക്കും. രാവിലെ ഞാൻ ഡ്യൂട്ടിക്ക് 7 മണി ഇങ്ങനെ ഡ്യൂട്ടി കഴിയും. അത് കഴിഞ്ഞിട്ട് ഞാൻ ദുബൈക്ക് വരും. ദുബൈയിൽ അല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളിലൊക്കെ പോയി ആ പേപ്പർ തീർക്കും. അതിനുശേഷം പിന്നെ ഞാൻ 12-1 മണിക്ക് തിരിച്ച് ഡ്യൂട്ടിയിൽ കയറും. അത് കഴിഞ്ഞിട്ട് 3 മണിക്ക് വീണ്ടും ഞാൻ വരും. ദുബൈയിലേക്ക് വന്നിട്ട് മറ്റു പേപ്പർ വർക്കുകളെല്ലാം തീർത്ത് കൗൺസിലില്ല എല്ലാ കാര്യങ്ങളും തീർത്തിട്ട് അന്ന് തന്നെ രാത്രി ടിക്കറ്റൊക്കെ ശരിയാക്കി അന്ന് രാത്രി 2 മണിക്ക് ഉള്ള ടിക്കറ്റൊക്കെ എടുത്തിട്ട് അന്ന് രാത്രി തന്നെ ഇപ്പോഴും സ്പോൺസർമാർ അതായത് കമ്പനിക്കാർ ചെയ്യുന്നത് അതിനുള്ള എക്സ്പെൻസ് അവർ തരും. എൻ്റെ കയ്യിൽ നിന്ന് ഇല്ലാത്തവരൊക്കെ ആണെങ്കിൽ ഞാൻ കൊടുക്കും. എന്നെ കൊണ്ട് കഴിയുന്നത് ചെയ്യും. അല്ലെങ്കിൽ എൻ്റെ സഹപ്രവർത്തകരുടെ അടുത്തൊക്കെ പറഞ്ഞ് അവരിൽ നിന്നൊക്കെ വാങ്ങിച്ച് മുമ്പ് ഞങ്ങളങ്ങനെ പിരിവൊക്കെ എടുത്താണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം അതിൻ്റെ ഒരാവശ്യം വരുന്നില്ല. പോസ്റ്റ്മോർട്ടം ചെയ്ത് പിന്നെ അത് എയർപോർട്ടിൽ എത്തിച്ച് മറ്റ് പേപ്പർ വർക്കുകൾ ചെയ്ത് കാർഗോയിൽ കൊണ്ടുപോയി എല്ലാ പേപ്പർ വർക്കും തീർത്ത് അവിടെ നിന്നുള്ള പേപ്പേഴ്സ് എല്ലാം വാങ്ങിച്ചിട്ട് പോകുന്ന ആളിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് ഞാൻ പോകും. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളുടെയും ഞാൻ കയറ്റി അയച്ചിട്ടുണ്ട്. ശ്രീലങ്ക, പിന്നെ പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ, പിന്നെ നേപ്പാൾ, അങ്ങനെ പല രാഷ്ട്രങ്ങളിലും അയച്ചിട്ടുണ്ട്. യുഎഇക്ക് വെളിയിലെ എല്ലാ ഗൾഫ് കൺട്രികളിലും പലയിടത്തും നാട്ടിലും പലർക്കും ഒക്കെ അറിയാം. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ആകപ്പോൾ എന്നെ ഇങ്ങനെ വിളിക്കും, ഇന്നാണക്കാണെന്ന് പറയും. അപ്പോഴേ എന്നെ പോയിട്ട് കഴിവിൻ്റെ പരമാവധി ഞാൻ ചെന്ന് തന്നെ ചെയ്തു കൊടുക്കും. ഇല്ലാത്ത കാര്യങ്ങൾ എനിക്ക് ഡ്യൂട്ടി സമയമുള്ള പോകാൻ പറ്റാത്ത സമയത്താണ് ഈ കാര്യങ്ങൾ പറഞ്ഞിട്ട് പിന്നെ രാത്രിയോ എപ്പോഴെങ്കിലും പോയിട്ട് അതിൻ്റെ വേണമെന്ന എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തു കൊടുത്ത് എത്രയും പെട്ടെന്ന് അവരെ വീട്ടിലെത്തിച്ചു കൊടുക്കും. ഗൾഫ് രാജ്യങ്ങളിൽ റോഡ് അപകടങ്ങൾക്ക് ശേഷം ഗുരുതരമായ പരിക്കുകളോ മരണമോ സംഭവിച്ചാൽ നിയമപരമായി എന്ത് പരിരക്ഷയാണ് ലഭിക്കുക എന്നത് പലരും ചോദിക്കുന്ന ചോദ്യമാണ്. നാട്ടിൽ ലഭിക്കുന്നത് പോലെയുള്ള നിയമപരമായ പരിരക്ഷയോ അതോ പ്രത്യേക നിയമ പരിരക്ഷയോ ലഭിക്കുക എന്ന ചോദ്യം.
ഗൾഫ് രാജ്യങ്ങളിൽ റോഡ് അപകടങ്ങളിൽ പ്രവാസി മലയാളികൾക്ക് ഗുരുതരമായ പരിക്കും അകാല മരണവും സംഭവിക്കുമ്പോൾ എന്താണ് നിയമപരമായി ചെയ്യേണ്ടത്? ഇത് സംബന്ധിച്ച നിയമ വിശകലനം. കേസസിൽ യഥാർത്ഥത്തിൽ മരിക്കുകയാണെങ്കിലും അപകടം പറ്റുകയാണെങ്കിലും വ്യത്യസ്തമായിട്ടാണ് കൈകാര്യം ചെയ്യുന്നത്. അപകടം പറ്റുകയാണെങ്കിൽ ആർക്കാണോ അപകടം പറ്റിയത് അയാൾക്കാണ് കോടതിയെ നഷ്ടപരിഹാരത്തിന് വേണ്ടി കോടതിയെ സമീപിക്കാൻ കഴിയുക. അപകടത്തിൽ ഒരാൾ മരിക്കുകയാണെങ്കിൽ അയാളുടെ ലീഗൽ ഹെയേഴ്സിനാണ്, നിയമപരമായി അയാളുടെ അവകാശികൾക്കാണ് കോടതിയെ സമീപിക്കാൻ കഴിയുക. യഥാർത്ഥത്തിൽ ആദ്യം ഈ ഒരു ആക്സിഡൻറ്റ് കേസിൽ ഇപ്പം അപകടം സംഭവിക്കുന്നതിനെ കുറിച്ച് പറയാം. അപകടം സംഭവിക്കുകയാണെങ്കിൽ നമ്മൾ ഒരു ആക്സിഡൻറ്റിൽ വാഹനാപകടത്തിൽ ആരുടെ കുറ്റമാണോ അയാൾക്ക് എതിരെയും ഏത് ഡ്രൈവറുടെ അല്ലെങ്കിൽ ആരാണ് വാഹനം ഓടിക്കുന്ന ആളിനെതിരെയും ആ വാഹനത്തിൻ്റെ ഉടമയ്ക്കെതിരെയും അതിൻ്റെ ഇൻഷുറൻസ് കമ്പനിക്കെതിരെയുമാണ് ഫയൽ ചെയ്യുന്നത്. ആർട്ടിക്കിൾ 1035 ഓഫ് സിവിൽ കോഡ് പ്രകാരം നമുക്കൊരിക്കലും ആരാണോ കുറ്റക്കാരൻ അയാളെ ഉൾപ്പെടുത്താതെ ഇൻഷുറൻസ് കമ്പനിയെ മാത്രം ഉൾപ്പെടുത്തി കേസ് കൊടുക്കാൻ കഴിയുകയില്ല. യഥാർത്ഥത്തിൽ ഇത് സിവിൽ ലോ പ്രകാരമാണ് ഈ അപകടം സംഭവിച്ചത് കൈകാര്യം ചെയ്യുന്നത്. സിവിൽ കോഡിൻ്റെ 299 ആർട്ടിക്കിൾ അനുസരിച്ച് ഒരാൾക്ക് അപകടം സംഭവിക്കുകയാണെങ്കിൽ അത് കോമ്പൻസേറ്റ് ചെയ്യാൻ ആരാണോ കുറ്റം ചെയ്തത് അയാൾ ബാധ്യസ്ഥനാണ്. ആരാണ് കുറ്റം ചെയ്തതെന്ന് ക്രിമിനൽ കേസിൻ്റെ ജഡ്ജ്മെൻ്റ് അനുസരിച്ച് ഈവൻ ഒരു ദിർഹം ഫൈൻ ആണെങ്കിൽ പോലും ആ കുറ്റവാളി അയാൾ ഹാം ചെയ്ത ആളിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ നിയമം അനുസരിച്ച് ബാധ്യസ്ഥനാണ്. ഇത് എന്താണോ ഡാമേജസ് അത് ചെയ്യേണ്ടതാണ്, അതിനെയാണ് കോമ്പൻസേറ്റ് ചെയ്യുക. ഇപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ ഒരാൾ 100% ഡാമേജിന് നഷ്ടപരിഹാരം 200,000 ആയിട്ട് അതിൻ്റെ 20% ഓഫ് ഇതാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇപ്പം 15% ഡാമേജ് ഉണ്ടെങ്കിൽ ഇൻറ്റു 20,000 എന്നുള്ള ഡാമേജ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. പിന്നെ അതിൻ്റെ കൂടെ മെഡിക്കൽ ബില്ല്, അയാൾക്ക് ചിലവായ പൈസ എന്താണ്, മെഡിക്കൽ ബില്ല്, അല്ലാതെ നമ്മുടെ ജോലിയിൽ ഹാജരാകാതിരുന്നതിൻ്റെ നഷ്ടപരിഹാരം, പിന്നെ അയാൾ അനുഭവിച്ച മാനസിക വ്യതയ്ക്ക്, ഇതെല്ലാം കൂടി ചേർത്തിട്ടാണ് സാധാരണഗതിയിൽ നമ്മൾ ആക്സിഡൻറ്റ് ക്ലെയിം തയ്യാറാക്കുക. കോടതികൾ ഇതിനെ വളരെ ലിബറലായിട്ടാണ് പരിഗണിക്കുക. അത് സാധാരണഗതിയിൽ ആക്സിഡൻറ്റ് പറ്റിയ ആൾക്ക് അയാൾക്ക് സംഭവിച്ച നഷ്ടത്തിന് ആനുപാതികമായിട്ട് തന്നെ നഷ്ടപരിഹാരം കിട്ടാറുണ്ട്. റോഡ് അപകടത്തിൽ മരണം സംഭവിച്ചു കഴിഞ്ഞാൽ അടുത്ത ബന്ധുക്കളാണ് നഷ്ടപരിഹാരം സംബന്ധിച്ച അപേക്ഷകൾ സമർപ്പിക്കേണ്ടത്. എന്നാൽ അപൂർവം ചില സന്ദർഭങ്ങളിൽ ഈ അപേക്ഷകൾ അനർഹരായ ചിലരുടെ കൈകളിലാണ് എത്തിച്ചേരുന്നത്. അപകടങ്ങൾ സംബന്ധിച്ചു കഴിഞ്ഞാൽ ഇൻഷുറൻസ് നിന്നുമുള്ള നഷ്ടപരിഹാരം, അപകടം വരുത്തിയ ആളിൽ നിന്നുള്ള ദിയാമണി, ബ്ലഡ് മണി, ഇത് സംബന്ധിച്ച് ഗൾഫ് രാജ്യങ്ങളിൽ നിയമം കൃത്യമായി വ്യവസ്ഥ ചെയ്തിട്ടുണ്ട്. ഒരാൾ മരിക്കുകയാണെങ്കിൽ നമ്മളിവിടെ ഒരു ലീഗൽ ഹെയർ കേസ്, എല്ലാം ശരിയെന്ന് പറഞ്ഞാൽ ഒരു ലീഗൽ ഹെയറിനെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന സർട്ടിഫിക്കറ്റ് കിട്ടുന്നതിനുള്ള ഒരു ചെറിയ കേസ് കൊടുക്കണം. 2 വിറ്റ്നസിനെ കൊണ്ട് കോടതിയിൽ പോയിട്ട് ഇന്ന ആളാണ് മരിച്ചത്, ഇന്ന ആൾക്കാരാണ് അവരുടെ ലീഗൽ ഹെയർസ് ആയിട്ടുള്ളത് എന്ന് സ്ഥാപിക്കണം. അതിന് നാട്ടിൽ നിന്നുള്ള ലീഗൽ ഹെയർ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അത് അറ്റസ്റ്റ് ചെയ്ത് ഇവിടെ കൊണ്ടുവന്നാലും മതി. പിന്നെ ലീഗൽ ഹെയർസ് ആരെയാണോ ഓതറൈസ് ചെയ്തേക്കുന്നത് അയാൾക്കും ഇത് കൈപ്പറ്റാനുള്ള അധികാരമുണ്ട്. ലീഗൽ ഹെയർസിന് ആരെങ്കിലും വേണമെങ്കിൽ ഓതറൈസ് ചെയ്യാൻ. സാധാരണഗതിയിൽ ഇവിടെ ഒരാൾ മരിക്കുകയാണെങ്കിൽ അവരുടെ ലീഗൽ ഹെയർസ്, ഇപ്പോൾ ഒരു മകൻ മറ്റോ മരിക്കുകയാണെങ്കിൽ അമ്മ നാട്ടിലാണെങ്കിൽ അമ്മയ്ക്ക് ആരെങ്കിലും ഇവിടെയുള്ള ഒരാളെ നാട്ടിൽ നിന്ന് ഒരു പവർ ഓഫ് അറ്റോർണി വഴി ആ പവർ ഓഫ് അറ്റോർണി നോട്ടറൈസ് ചെയ്യുകയും അതിനുശേഷം ഹോം ഡിപ്പാർട്ട്മെൻറ്റിലും UAE കൗൺസിലേറ്റ് ഇൻ ഇന്ത്യയിലും അറ്റസ്റ്റ് ചെയ്തിട്ട് ഇവിടെ കൊണ്ടുവന്ന് ഫോറിൻ അഫയേഴ്സും അറ്റസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആരെങ്കിലും ഓതറൈസ് ചെയ്യാൻ ആരെങ്കിലും ഈ പവർ ഓഫ് അറ്റോർണി വഴി, അതായത് ഡ്യൂലി നോട്ടറൈസ്ഡ് ആയിട്ടുള്ള പവർ ഓഫ് അറ്റോർണി വഴി ഓതറൈസ് ചെയ്യാൻ കഴിയുന്നതാണ്. ഈ ഓതറൈസ് ചെയ്യുന്ന ആൾക്ക് ഡയറക്റ്റോ അല്ലെങ്കിൽ പുള്ളിക്ക് ആ പവർ ഓഫ് അറ്റോർണി അനുസരിച്ച് അഭിഭാഷകനെ വെക്കാൻ കഴിയുമെങ്കിൽ അഭിഭാഷകനെ വെച്ചിട്ടോ ഈ പൈസയ്ക്ക് ക്ലെയിം ചെയ്യാവുന്നതാണ്. റോഡ് അപകടങ്ങൾ അടക്കമുള്ള എല്ലാതരം അപകടങ്ങളും മരണകാരണമാവുന്നത് തലച്ചോറിലെ ആഘാതം മൂലമാണ്. ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങളും കാരണങ്ങളിൽ ഒന്നു തന്നെ. വാഹനം ഓടിച്ചു കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നുണ്ടാവുന്ന ഹൃദയാഘാതം, പക്ഷാഘാതം, കാഴ്ചമങ്ങൽ, ഇതൊക്കെ അപകട മരണങ്ങൾക്ക് കാരണങ്ങളാണ്.
അപകടങ്ങൾ പലപ്പോഴും മാസങ്ങളും വർഷങ്ങളോളം നീണ്ടു നിൽക്കുന്ന അബോധാവസ്ഥയിലേക്കും അംഗഭംഗത്തിലേക്കും എത്തിക്കുന്നു. മരണം സംഭവിക്കാതെ രക്ഷപ്പെട്ടാൽ പോലും മരിച്ചതിന് തുല്യമായി പാതി ജീവിതത്തിൽ കഴിയേണ്ടി വരുന്നവരുടെ അവസ്ഥ. കുടുംബത്തിന് നിതാന്ത ബുദ്ധിമുട്ടും കഷ്ടതയും നൽകുന്ന ശാപഗ്രസ്തമായ ശയ്യാവലംബം. ഇതാണ് അപകടങ്ങൾ കഴിഞ്ഞും ജീവിക്കുമ്പോഴുള്ള ദാരുണമായ അവസ്ഥാന്തരം. ശുഭസൂചകം എന്ന വാക്ക് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുന്നത് ജീവിതത്തെ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ സഹായകരമാക്കും. കഴിഞ്ഞ വർഷം ഗൾഫ് പ്രവാസത്തിൽ ലഭിച്ച ശുഭസൂചകമായ ഒരു അവബോധമാണ് UAE-യിൽ റോഡ് അപകടങ്ങൾ കുറഞ്ഞു വരുന്നു എന്നത്. ഇത് പ്രവാസി ഇന്ത്യക്കാർ ഏറെ സന്തോഷത്തോടെയാണ് സ്വീകരിക്കുന്നത്. എന്നാൽ വാഹനം ഓടിക്കുന്നവരുടെ കാര്യത്തിൽ മദ്യപിച്ച് വാഹനം ഓടിക്കുന്നതും ഉറക്കമൊഴിഞ്ഞുള്ള ഡ്രൈവിങ്ങും ഗുരുതരമായ അപകടങ്ങൾക്ക് കാരണമാവും എന്നത് ഒരു പുതുവിജ്ഞാനമാണ്. അതുപോലെ തന്നെ 4 ലേനുള്ള റോഡുകൾ പോലും കാൽനട യാത്രക്കാർ ക്രോസ് ചെയ്യുമ്പോഴും ഗുരുതരമായ അപകടം സംഭവിക്കുന്നു. സീബ്ര ലൈനിട്ട ഔദ്യോഗികമായ റോഡ് ക്രോസ് ചെയ്യാൻ അനുവദിക്കപ്പെട്ട ഇടങ്ങൾ ഉള്ളപ്പോൾ പോലും കാൽനട യാത്രക്കാർ എളുപ്പത്തിൽ റോഡ് ക്രോസ് ചെയ്ത് പോകാൻ തിടുക്കം കാണിക്കുന്നത് അപകടങ്ങൾ കൂടാൻ കാരണമാകും എന്നത് ഓർക്കേണ്ടതുണ്ട്. ഗൾഫ് ഫോക്കസ് അടുത്ത ആഴ്ച വീണ്ടും കാണാം. നമസ്കാരം.